അതിരൂക്ഷമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന കാലടി പഞ്ചായത്തിലെ 45ഓളം കോളനികളിലെ കുടുംബങ്ങൾ കഴിയുന്നത് കുടിവെള്ളം കിട്ടാതെ. കുടിവെള്ളക്ഷാമം നേരിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. വിഷയത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ കാലടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. കൊടുമ്പിരി കൊണ്ടൊരു വേനൽക്കാലം, കൊടുമ്പിരി കൊണ്ടൊരു വേനൽക്കാലം, കൊടുമ്പിരി കൊണ്ടൊരു വേനൽക്കാലം, കൊടുമ്പിരി കൊണ്ടൊരു വേനൽക്കാലം. ദാഹജലത്തിന് കേഴും ജനത, ദാഹജലത്തിന് കേഴും ജനത, ദാഹജലത്തിന് കേഴും ജനത, ദാഹജലത്തിന് കേഴും ജനത. കാലടിയിലെ ജനങ്ങളാകെ, കാലടിയിലെ ജനങ്ങളാകെ, കാലടിയിലെ ജനങ്ങളാകെ, കാലടിയിലെ ജനങ്ങളാകെ. കുടിവെള്ളത്തിന് അലയുമ്പോൾ, കുടിവെള്ളത്തിന് അലയുമ്പോൾ, കുടിവെള്ളത്തിന് അലയുമ്പോൾ, കുടിവെള്ളത്തിന് അലയുമ്പോൾ. പദ്ധതിയൊന്നുമില്ലാതെ, 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 പദ്ധതിയൊന്നുമില്ലാതെ. ജനങ്ങളെയാകെ വഞ്ചിക്കൂ, ജനങ്ങളെയാകെ വഞ്ചിക്കൂ. 45ഓളം കോളനികളിലും അതിരൂക്ഷ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. കാലടി പഞ്ചായത്തിൽ മാസങ്ങളോളമായി അനുഭവിക്കുന്ന പ്രശ്നത്തിന് കുടിവെള്ള വിതരണത്തിന് പോലും തയ്യാറാകാത്ത പഞ്ചായത്ത് ഭരണസമിതി നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. വിഷയങ്ങളുമായി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ജലജീവൻ എന്നൊരു പദ്ധതി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിനകത്ത് അത് കൃത്യമായി നടപ്പിലായിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ 45ഓളം കോളനി ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിനകത്ത് ഈ കോളനിയിൽ പോലും കഴിഞ്ഞ റംസാൻ സമയത്ത് പോലും എന്ന പോലെ ഈ വിഷുഘട്ടങ്ങളൊന്നും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്, അവിടെ ആവശ്യപ്പെടാറുണ്ടെങ്കിലും അതിനൊരു നിസ്സഹായത ആണ് ഇവിടുത്തെ ഈ തീരുമാനമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ബോർഡ് മീറ്റിനകത്ത് ഈ മാസം 7-ാം തീയതി നടന്ന ബോർഡ് മീറ്റിങ്ങിനകത്ത് ഈ കുടിവെള്ളം നമുക്ക് അടിക്കാവുന്ന തീരുമാനം എടുക്കാനുണ്ടായി. എന്നാൽ അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ തീരുമാനം നടപ്പിലാക്കണ്ടേ. ഇന്നലെയാണ് ഇപ്പോൾ അത് അവർ ടെൻഡറുമായി നടപടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ കാലടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നിലവിലെ വാട്ടർ കണക്ഷൻ സൗകര്യത്തിൽ പോലും വെള്ളം എത്തിക്കാൻ കഴിയാത്ത മമ്മിളിയംകുന്ന് പോലുള്ള പ്രദേശങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകി ഗുണമേന്മ ഉറപ്പാക്കിയ കുടിവെള്ള വിതരണം അടിയന്തരമായി നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന മാർച്ച് CPIM കാലടി LC സെക്രട്ടറി EV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. NV സലാം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുരളി പാറയ്ക്കൽ, മധു നരിപ്പറമ്പ, സുരേഷ് പനക്കൽ എന്നിവർ സംസാരിച്ചു. ഈ കാലടി പഞ്ചായത്തിനകത്ത് ഏറ്റവും വലിയ, ഈ താലൂക്കിനകത്ത് തന്നെ വലിയ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നൊരു പഞ്ചായത്താണ് കാലടി പഞ്ചായത്ത്. നിരന്തരമായി നമ്മൾ വിഷുവും പെരുന്നാളും എല്ലാ ആണ്ടർതികളും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴും ഒരു ജനത വെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ കാലടി പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടില്ല. ഇഷ്ടക്കാർക്ക് ടെൻഡർ കൊടുക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് ഈ പഞ്ചായത്ത് മാറി. സ്വന്തക്കാർക്കും എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ടെൻഡർ കൊടുക്കുന്ന ഒരു പഞ്ചായത്തായി പഞ്ചായത്ത് മാറി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽ മദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.